ഓഫ് ലെറ്റേഴ്സ് സാഹിത്യോത്സവം 51 പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓരോ പുതിയ അധ്യായവും വായനയുടെ മഹത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. വിഷയവും ഭാവനയും രചനാശില്പവും വരികളും ഒന്നായി ഉണർത്തുന്ന മാന്ത്രികത സാഹിത്യത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. വിനിമയങ്ങളുടെയും ചലനങ്ങളുടെയും ഈണങ്ങളുടെയും നിർഭരത എഴുത്തുകാർ, രചനകൾ, സംവിധായകർ എന്നിവയിലൂടെ വായനക്കാരെ സ്പർശിച്ചിട്ടുണ്ട്. അറിവ് നേടുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അറിവിന്റെ താക്കോൽ വായനയാണ്. ആശയങ്ങളുടെയും കഥകളുടെയും അവസരങ്ങളുടെയും ഒരു പുതിയ ലോകത്തിലേക്കുള്ള വാതിൽ വായനയിലൂടെ തുറക്കപ്പെടുന്നു. ഒരു വ്യക്തിയെ വൈകാരികമായും അവന്റെ ചിന്തകളെ വിമർശനാത്മകമായും ഉണർത്താൻ വായനയിലൂടെ സാധ്യമാകുന്നു. വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഈ വേദിയിൽ സ്വാഗത പ്രസംഗത്തിനായി നമ്മുടെ പ്രിയപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ എസ് രശ്മി ടീച്ചറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു ഓൾ. ഇന്ന് കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സിൽ നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് ബിനീഷ് പുതുപ്പണം. ഡോക്ടർ ബിനീഷ് എഴുത്തുകാരനും കോളേജ് അധ്യാപകനുമാണ്. നമുക്കറിയാം, ഇപ്പോൾ ചലച്ചിത്ര രംഗത്തും അദ്ദേഹം ചുവട് ഉറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. DC ബുക്സിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് സെല്ലർ എന്നറിയപ്പെടുന്ന പ്രേമനഗരവും മധുര വേട്ടയും ഒക്കെ അദ്ദേഹത്തിന്റെ ഞാൻ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. ബാക്കി പുസ്തകങ്ങളൊക്കെ നോക്കിയപ്പോൾ കണ്ടിരുന്നു. ഈ 2 ബുക്കുകളെ ഇതുവരെ വായിക്കാൻ സാധിച്ചുള്ളൂ. അധ്യാപകനായതുകൊണ്ട് തന്നെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് വായനയുടെ പ്രസക്തി എന്തെന്ന് പറഞ്ഞു കൊടുക്കാൻ ഏറ്റവും ഉചിതനായ ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം. കാലവും കഥനവും എന്ന ടോപ്പിക്കുമായി നമ്മുടെ കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് ഞങ്ങൾ കുന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ആണ് എപ്പോഴും സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിൽ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വിശിഷ്ട വ്യക്തിത്വമാണ് താങ്കൾ. സ്നേഹാദരവോടെ, ഏറ്റവും ഇഷ്ടത്തോടെ, പ്രിയത്തോടെ ഞങ്ങളുടെ കുന്നം ഫാമിലിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സുസ്വാഗതം ഡോക്ടർ ബിനീഷ്. ഞങ്ങൾ കുട്ടികളുമായി ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്ന അവസരം ഞങ്ങൾക്ക് മഹത്തരം തന്നെയാണ്. താങ്ക് യു വെരി മച്ച്. സ്വാഗതം ആശംസിച്ച ഡോക്ടർ രശ്മി ടീച്ചറിന് നന്ദി അറിയിക്കുന്നു. KFL സാഹിത്യോത്സവം 51 12ാം അധ്യായത്തിലേക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിരിക്കുന്ന വിശിഷ്ട അതിഥി ശ്രീ ബിനീഷ് പുതുപ്പണം സാർ. വൈജ്ഞാനിക സാഹിത്യം, വിമർശനം, യാത്രാവിവരണം, കവിത തുടങ്ങിയവയിലായി വിവിധ പത്രങ്ങളിലും ആനുകാലികങ്ങളിലും ഓൺലൈൻ മാധ്യമങ്ങളിലുമായി ശ്രദ്ധേയനായ എഴുത്തുകാരനാണ്. ഡോക്ടർ ബിനീഷ് പുതുപ്പണം എന്ന യുവ അധ്യാപകന്റെ എഴുത്തിനെ വ്യത്യസ്തമാക്കുന്നത് അവയിലെ മനോഹരമായ ഭാഷയും മൗലികമായ നിരീക്ഷണങ്ങളുമാണ്. ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യ മുഴുവൻ നടത്തിയ ദീർഘയാത്രകളിൽ നിന്നും ആഴത്തിലുള്ള വായനയിൽ നിന്നും സൗഹൃദങ്ങളിൽ നിന്നും ലഭിച്ചിട്ടുള്ള നവബോധ്യങ്ങളുടെ തെളിച്ചം ഇദ്ദേഹത്തിന്റെ എഴുത്തിന്റെ മുഖമുദ്രയായി നമുക്ക് കാണാം. സിനിമകൾക്ക് സംഭാഷണവും ഗാനരചനയും നിർവഹിച്ചിട്ടുണ്ട് എന്നതിനുപരി DC ബുക്സ് ബെസ്റ്റ് സെല്ലറായ പ്രേമനഗരം എന്ന നോവലിന്റെ രചയിതാവുമാണ് ഇദ്ദേഹം. എല്ലാത്തിനും പുറമെ കൊല്ലം നിലമേൽ NSS കോളേജിൽ സംസ്കൃത അധ്യാപകനും യുവ എഴുത്തുകാരനുമായ ബിനീഷ് സാറിനെ ഏക സ്നേഹപൂർവ്വം KFL വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. എല്ലാവർക്കും കേൾക്കാമെന്ന് തോന്നുന്നു. കേൾക്കാം സർ. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ രശ്മി ടീച്ചർ, മറ്റ് ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട അധ്യാപക വിദ്യാർത്ഥികളെ, എനിക്ക് വളരെ സന്തോഷം തോന്നുന്നത് ഒരു BEd കോളേജ് ഇങ്ങനെ ഒരു സാഹിത്യ പരിപാടി, സാഹിത്യം എന്നതിനപ്പുറത്തേക്ക് വലിയ വിശാലമായ ഒരു സാംസ്കാരിക പരിപാടി നടത്തുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ പറയാറുള്ളത് അത് അസൈൻമെന്റുകളിലും പ്രൊജക്റ്റുകളിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന ജീവിതമാണ് പലപ്പോഴും അധ്യാപക വിദ്യാർത്ഥികളുടേതെന്നൊക്കെ ഒരു കാലത്ത് വലിയ പരാതികൾ ഉയർന്നിരുന്ന, അതിൽ നിന്നും നമ്മൾ കാലവും സാഹിത്യമാണ് നമ്മുടെ വിഷയം, അത്തരത്തിലുള്ള ഒരു കാലത്തിൽ നിന്നും വളരെ സർഗാത്മകമായ സാംസ്കാരികമായ ഒരിടം കൂടിയാണ് ഇതെന്ന ഒരു തെളിച്ചം ഇത്തരം പരിപാടികളിലൂടെ പുറത്തേക്ക് വരുന്നുണ്ട് എന്നതാണ് വലിയ സന്തോഷം.
ഒരിക്കൽ കൂടി ആ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ മണിക്കൂറുകളോളം ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു പോവാതെ ഇന്ററാക്ഷനിലൂടെ മുന്നോട്ട് പോവാമെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വളരെ കുറച്ച് സമയം, ഒരു 15-20 മിനിറ്റ് ഞാൻ എടുത്തുകൊണ്ട് ബാക്കി എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ആ തരത്തിൽ ഈ കാര്യം പോവാമെന്നാണ് തോന്നുന്നത്. ഇപ്പൊ കാലവും സാഹിത്യവുമാണ് നമ്മുടെ വിഷയം. സാധാരണഗതിയിൽ നമ്മൾ പറയാറുണ്ട് കാലത്തിന്റെ കണ്ണാടിയാണ് സാഹിത്യം, കാലത്തിന്റെ കണ്ണാടിയാണ് കവിത എന്നൊക്കെ. അപ്പൊ മനുഷ്യ ജീവിതവും കാലവുമായി അഭേദ്യമായ ബന്ധമുള്ളതുപോലെ, കാരണം നമ്മുടെ ജീവിതം എപ്പോഴും കാലത്തോടൊപ്പം ചേർന്ന് പോകുന്നതാണല്ലോ. മനുഷ്യൻ എഴുതുന്ന സാഹിത്യവും കാലത്തോടൊപ്പം ചേർന്ന് പോകുന്ന ഒന്നാണ് എന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തിൻ്റെയും ചരിത്രത്തെ സാഹിത്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ടൊരു സാഹിത്യം എന്നത്, അല്ലെങ്കിൽ സാഹിത്യ വിജ്ഞാനീയം എന്നത് ഒരു ചരിത്ര വിജ്ഞാനീയം കൂടിയാണെന്നതിൽ നമുക്ക് ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മുടെ ഇന്ത്യയുടെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഓറിയന്റലിസം ഇവിടെ വന്നു. അവർ കൂടുതലായും ഉപയോഗിച്ചിരുന്നത് നമ്മുടെ ഭാഷയെ, നമ്മുടെ സാഹിത്യത്തെ, അതിനൊക്കെ അത് ചരിത്രം പഠിക്കാൻ വേണ്ടിയായിരുന്നു. നമ്മുടെ ഭൂതകാല ചരിത്രം മുഴുവൻ പഠിക്കാൻ വേണ്ടിയിട്ട് അന്ന് ഉപയോഗിക്കപ്പെട്ടത് കാളിദാസൻ അടങ്ങുന്ന ആളുകളുടെ കൃതികളാണ്. അപ്പൊ അത്തരത്തിൽ ഓറിയന്റലിസം അടങ്ങുന്ന പ്രസ്ഥാനങ്ങൾ ഇന്ത്യയിൽ വന്നപ്പോൾ നമുക്ക് ആ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവുന്നത് സാഹിത്യവും കാലവും ചരിത്രവും തമ്മിലുള്ള ഈ ഒരു ബന്ധത്തെയാണ്. പക്ഷെ ആ ഒരു ബന്ധം കാലം മാറുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് പൂർവ്വകാലത്തെ ഒരു സാഹിത്യമല്ല ഇന്ന് നമുക്ക് മുമ്പിലുള്ള സാഹിത്യം. അതില് പല വിധത്തിലുള്ള മാറ്റങ്ങൾ അതിലൂടെ കടന്നു പോയിട്ടുണ്ട്. അത്തരം മാറ്റങ്ങളെ ഒന്ന് സൂചിപ്പിക്കുക എന്ന് മാത്രമാണ് ഈ വിഷയത്തിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മുടെ എഴുതപ്പെട്ട ആദ്യ രേഖ എന്നർത്ഥത്തിൽ, അല്ലെ എഴുതപ്പെട്ട സാഹിത്യം എന്ന രീതിയിൽ നമുക്ക് ഇവിടെ ഉള്ളത് വേദോപനിഷത്തുകൾ അടങ്ങുന്ന സാഹിത്യകൃതികളാണ്. ആ വേദോപനിഷത്തുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, അതിൽ പ്രകൃതിയുമായി ചേർന്നു പോകുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ പ്രകൃതിക്ക് അധീനപ്പെട്ട് ജീവിക്കുന്ന, പ്രകൃതിയെ മുൻനിർത്തി പ്രകൃതിയെ മുഖ്യധാരയിലേക്ക് നിർത്തിക്കൊണ്ട് മനുഷ്യൻ എന്നത് പ്രകൃതിക്ക് കീഴേ ജീവിക്കുന്ന ഒരു സാധാരണ ജീവിയാണെന്ന തരത്തിലുള്ള സാഹിത്യമായിട്ടാണ് അത് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രകൃതി ശക്തികളെ മുഴുവൻ ആരാധിക്കുന്ന തരത്തിലുള്ള വാക്കുകളാണ് സാഹിത്യമായിട്ട് അതിൽ കാണുന്നത്. മിന്നലിനെ കുറിച്ച് ആരാധിക്കുന്നത്, അഗ്നിമീളയെ പുരോഹിതം എന്നൊക്കെ പറഞ്ഞ അഗ്നിയെ പുരോഹിതനാക്കിക്കൊണ്ട്, അതുപോലെ പ്രകൃതി ശക്തികൾ ഓരോന്ന് പഞ്ചഭൂതങ്ങളെ മുഴുവനായി ആരാധിക്കുന്ന തരത്തിലുള്ള പ്രകൃത്യ അധീനമായ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ആ സാഹിത്യത്തിലെല്ലാം നമുക്ക് കാണാൻ, വിശാലമായ അർത്ഥത്തിൽ നമുക്കതിൽ കാണാൻ കഴിയുന്നത്. പിന്നീടുള്ള ബ്രാഹ്മണങ്ങളായാലും ഉപനിഷത്തുക്കളായാലും പിന്നീടുള്ള സാഹിത്യകൃതികളെല്ലാം, പൂർവ്വ സാഹിത്യമെല്ലാം ഈ പ്രകൃതി ബോധത്തെ ഉൾക്കൊള്ളുന്ന ഒന്നായിരുന്നു. അതിന് പ്രത്യേകിച്ച് കാരണം എന്താണെന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, മനുഷ്യൻ എപ്പോഴും ഭയം, പ്രകൃതിയോടുള്ളൊരു ഭയം നിലനിന്നിടുന്ന ഒരു ജീവിതമായിരുന്നു. ഇന്നത്തെ പോലെ യാന്ത്രികതയോ അതല്ലെങ്കിൽ വലിയ മുന്നേറ്റങ്ങളോ സാങ്കേതികതയോ ഒന്നുമില്ലാത്തൊരു കാലത്ത് മനുഷ്യൻ ഈ പച്ചയായ മനുഷ്യനായി ജീവിക്കാനുള്ള ഒരു ഇടം എന്ന് പറയുന്നത് ഈ പ്രകൃതി മാത്രമാണെന്ന ഒരു ഉൾബോധ്യം, ആ ബോധ്യത്തിൽ നിന്നാണ് അത്തരം കൃതികളെല്ലാം രൂപപ്പെട്ടതെന്നാണ് തോന്നുന്നത്. പിന്നീട് നമ്മൾ ഇതിഹാസങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. രാമായണവും മഹാഭാരതവും അടങ്ങുന്ന ഇതിഹാസങ്ങളിലും യുദ്ധവും രാജ്യഭരണമൊക്കെയാണ് പറയുന്നതെങ്കിലും ഉടനീളം പ്രകൃതിയുടെ ഒരു കാഴ്ച അതിൽ കാണാൻ കഴിയും. അത് രാമായണമൊക്കെ തുടങ്ങുന്നത് തന്നെ പ്രകൃതിയിലേക്കുള്ള ഒരു അമ്പയത്തിലൂടെയാണല്ലോ. ഒരു പക്ഷികളുടെ കൗഞ്ച പക്ഷികളിൽ ഒന്നില്ല മരണത്തോടു കൂടിയാണല്ലോ. അപ്പൊ ദുഃഖത്തിൽ നിന്ന് ആരംഭിക്കുമ്പോൾ പോലും ആ ദുഃഖത്തിന് നിദാനമായി തീരുന്നത് പ്രകൃതിയാണെന്ന് നമുക്ക് കാണാം. മഹാഭാരതത്തിലെ ഉപകഥകൾ മുഴുവൻ പ്രകൃതിയായി ചേർന്ന് പോകുന്നത് കാണാം. പിന്നീട് സാഹിത്യം എന്ന അർത്ഥത്തിലേക്ക്, വിശാലമായ സാഹിത്യം എന്ന അർത്ഥത്തിലേക്ക് മുന്നോട്ട് വന്ന കാളിദാസൻ അടങ്ങുന്ന ആളുകളുടെ കൃതികൾ നോക്കാം. കാളിദാസൻ പ്രകൃതി ഇല്ലാതെ കാളിദാസനും ഭാസനും അല്ലെങ്കിൽ ഭവഭൂതിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. ഇപ്പൊ മേഘസന്ദേശം എടുത്തു നോക്കുമ്പോൾ അതിൽ യക്ഷന്റെ ദുഃഖം പോലും പ്രകൃതിയുമായി ചേർന്ന് പോകുന്ന ഒന്നാണ്. തന്റെ പ്രിയതമക്ക് യക്ഷൻ അയക്കുന്ന സന്ദേശം മേഘം വഴിയാണ്. അപ്പൊ മേഘം കടന്നു പോകുന്ന വഴികൾ എത്ര മനോഹരമാണ്. നദികൾ, പർവ്വതങ്ങൾ, കടല്, അങ്ങനെ പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, പലതരം വൃക്ഷങ്ങൾ, ഔഷധ ചെടികൾ, ഇങ്ങനെയുള്ള വലിയ വിവരണം അത് നമുക്ക് കാണാം. അപ്പോ കേവലമായ ഒരു കാവ്യം അല്ലെങ്കിൽ മഹാകാവ്യം എന്നതിനപ്പുറത്തേക്ക് വിശാലമായ അർത്ഥത്തിലുള്ള ഒരു ഭൂമിശാസ്ത്രം എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന തരത്തിലുള്ള കൃതിയായിരുന്നു
കാളിദാസൻ അടങ്ങുന്ന ആളുകളുടെ കൃതി. അതുകൊണ്ട് കാളിദാസന്റെ മേഘസന്ദേശം എടുത്ത് ഇന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് ആ കാലത്തിലെ ജീവിതം എങ്ങനെയായിരുന്നു, ആ കാലത്തിലെ പ്രകൃതി എങ്ങനെയായിരുന്നു, ആ കാലത്തിലെ നഗരങ്ങൾ എങ്ങനെയായിരുന്നു, കച്ചവടങ്ങൾ എങ്ങനെയായിരുന്നു. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. മേഘസന്ദേശത്തിലെ ഉജ്ജയിനിയിൽ ഒരു കച്ചവടത്തെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പലതരം ശംഖുകൾ, രത്നങ്ങൾ, മാലകൾ, ഇങ്ങനെയാണ് ആ വരികൾ പോകുന്നത്. അപ്പൊ അതിന്റെ അവസാനിക്കുന്നത് കടലിൽ ഇനി വെള്ളം മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തോന്നിപ്പിക്കും വിധമാണ് ഈ കച്ചവടം. അപ്പൊ കടലിലെ മുഴുവൻ വസ്തുക്കളും നിരനിരയായി കച്ചവടത്തിന് വെച്ചിരിക്കുന്നു. അപ്പോൾ രത്നത്തിന്റെയും ശംഖുകളുടെയും ഒക്കെ വിശാലമായിട്ടുള്ള ഒരു കച്ചവട കേന്ദ്രമായിരുന്നു ആ കാലത്ത് ഉജ്ജയിനി എന്ന തരത്തിലുള്ള ഒരു ചരിത്ര കാഴ്ചയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും. അതുപോലെ അക്കാലത്തെ നഗരങ്ങളുടെ വർണ്ണന, നദികളുടെ വർണ്ണന, പർവ്വതങ്ങളുടെ വർണ്ണന, കുന്നുകളുടെ വർണ്ണന, ഇങ്ങനെ പലതരത്തിലുള്ള വർണ്ണന, ചെടികൾ, ഇതെല്ലാം പരിശോധിക്കുമ്പോൾ ആ കാലത്തിന്റെ ചരിത്ര ജീവിതത്തോടൊപ്പം തന്നെ ഒരു സാംസ്കാരിക ജീവിതമായിട്ട് കാളിദാസന്റെ കൃതികൾ മാറുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് ഭാസന്റെ കൃതികൾ എടുത്തു നോക്കിയാൽ കാണാം, ഭവഭൂതിയുടെ എടുത്തു നോക്കിയാൽ കാണാം. അപ്പൊ ആ കാലത്തിന്റെ സമ്പൂർണമായ ജീവിതമായിരുന്നു സാഹിത്യം എന്നത്. നമുക്ക് അതൊക്കെ അതിനുശേഷം ഒരുപാട് പരിണാമങ്ങൾ വന്നു. ഇപ്പൊ മലയാളത്തിലേക്ക് വന്നു നോക്കിയാൽ ഇപ്പൊ രാമചരിതം, ആദികാവ്യം ഒക്കെ നമ്മൾ വിളിക്കുന്ന രാമചരിതത്തിലും പ്രകൃതിയുമായി ബന്ധപ്പെട്ടു പോകുന്ന ജീവിതത്തിന്റെ അംശങ്ങളാണ് മുഴുവനായിട്ട് കാണാൻ കഴിയുന്നത്. മറ്റു കഥകൾ ഉണ്ടെങ്കിൽ പോലും അത് പ്രകൃതി, കാരണം ആ കാലത്ത് നമുക്ക് പ്രകൃതിയുമായുള്ളൊരു ജീവനമാണ് പ്രധാനം. പ്രകൃതിക്ക് മുകളിലുള്ള അധീശത്വമല്ല, പ്രകൃതിക്ക് അധീനപ്പെട്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് അത്തരം കാവ്യങ്ങൾ അക്കാലത്ത് രൂപപ്പെട്ടു വന്നത്. ആ കാലം പരിണമിച്ച് മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പ്രാചീന കവിത്ര എന്നൊക്കെ വിളിക്കുന്ന ആ കാലഘട്ടത്തിലേക്ക് എത്തിയ സമയത്ത് ഉള്ള കൃതികൾ നോക്കിയാൽ മതി. ധാർമ്മികമായി മനുഷ്യൻ അധപ്പതിക്കുകയും പ്രകൃതിക്ക് മുകളിലുള്ള അധികാരം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്ത സമയത്ത് മനുഷ്യന് ധാർമ്മികത പഠിപ്പിക്കുക എന്ന അർത്ഥത്തിലുള്ള കൃതികളിലേക്ക് അത് മാറി. സമ്പൂർണമായ പ്രകൃതി ജീവിത കാവ്യങ്ങളിൽ നിന്നും മനുഷ്യ ധാർമ്മികതയുടെ, മനുഷ്യ മൂല്യങ്ങളുടെ ഒരാശയ ലോകത്തെ ആവിഷ്കരിക്കുക എന്ന രീതിയിലേക്ക് നമ്മുടെ സാഹിത്യം, മലയാള സാഹിത്യം തന്നെ മാറിയിട്ടുണ്ട്. അത് എഴുത്തച്ഛനെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും. ഉപദേശമാണല്ലോ കൂടുതലായിട്ടും. അപ്പൊ ജീവിതം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ വളരെ കുമിള പോലെയാണ്, എളുപ്പം പൊട്ടിപ്പോകും, അതുകൊണ്ട് നല്ല രീതിയിലേക്ക് ജീവിക്കുക, ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭ ചഞ്ചലമാണ് എന്നൊക്കെ എഴുതണമെങ്കിൽ, ഒരു കവി എഴുതണമെങ്കിൽ അക്കാലത്തെ മനുഷ്യന്റെ ജീവിതം എത്രമാത്രം ഈ ഭോഗ രൂപമായിരുന്നു എന്നതിന്, അല്ലെങ്കിൽ ഈ ലൗകിക ജീവിതത്തിൽ എത്രമാത്രം അടിമപ്പെട്ട് കിടക്കുകയായിരുന്നു നമ്മൾ എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ചെറുശ്ശേരി ആയാലും കുഞ്ചൻ നമ്പ്യാരായാലും ഒക്കെ അറിയാം, ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണം എന്നൊക്കെ അദ്ദേഹം എഴുതിയത് അക്കാലത്തുള്ള കവികൾ പോലും, സാഹിത്യകാരന്മാർ പോലും രാജാവിന് കീഴിലേക്ക് വരികയും രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രം രൂപപ്പെടുകയും ചെയ്യുന്ന ഒരു കാലത്ത് ഒരു വിമർശനാത്മക സമീപനമായിട്ടുള്ള ഒരു ധാർമ്മികതയുടെ മൂല്യത്തെ പഠിപ്പിക്കുന്നതായിട്ടുള്ള സാഹിത്യമായിട്ട് മാറി. അപ്പൊ ഇത്തരത്തിലായിരുന്നു നമ്മുടെ കാലം സാഹിത്യത്തിലൂടെ കടന്നു വന്നത്, അല്ലെങ്കിൽ സാഹിത്യത്തിൽ കാലം പ്രവർത്തിച്ചു വന്നത്. അപ്പൊ ഇതിനൊരു വിച്ഛേദനം, ഇതിനൊരു മാറ്റം എന്നുണ്ടായി എന്ന് നമ്മൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ ആധുനികതയാണ് ഇത്തരത്തിലുള്ള പ്രകൃതിബോധങ്ങളിൽ നിന്നും, അതല്ലെങ്കിൽ ധാർമ്മികത എന്ന അംശങ്ങളിൽ നിന്നൊക്കെ മാറ്റി നിർത്തി മറ്റൊരു അർത്ഥത്തിലേക്ക് നമ്മുടെ സാഹിത്യത്തെ കൂട്ടിക്കൊണ്ടു പോയിട്ടുള്ളത്. ഇപ്പൊ ആധുനികത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആധുനികത ഇന്ത്യ അതിനകത്ത് തന്നെയുള്ള നമ്മുടെ കേരളത്തിലെ ആധുനികതയൊക്കെ കൊളോണിയൽ ആധുനികതയാണെന്ന് നമ്മൾ പറയും. കൊളോണിയൽ ആധുനികത എന്ന് പറയുന്നത് കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ഇവിടെ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായോ, നമ്മുടെ ജീവിത സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ അതിനെ വിശാലർത്ഥത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് കോളനി ആധുനികത. അപ്പൊ നമ്മുടെ ആധുനികത എന്നത് കോളനി ആധുനികതയാണ്. അപ്പൊ കോളനി ആധുനികത വന്ന അതേ സമയത്ത് തന്നെ അനേകം കാര്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നടന്നു. ഒന്ന് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള അല്ലെങ്കിൽ വിദേശ ശക്തികൾക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അതേ സമയത്ത് തന്നെ ആഭ്യന്തരമായി നമ്മുടെ ജാതി വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അതേ വർണ്ണവ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടങ്ങൾ, അതേസമയത്ത് തന്നെ ജന്മി വ്യവസ്ഥക്കെതിരെയുള്ള പോരാട്ടങ്ങൾ. ഇങ്ങനെ 2-3 കാര്യങ്ങൾ ഉൾച്ചേർന്ന് കിടന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ആധുനികതയിലെ സാഹിത്യം പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ആധുനികതയിലെ ആ സാഹിത്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇതിന്റെ എല്ലാം കാര്യങ്ങൾ ഉൾച്ചേർന്ന് കിടക്കുന്നതായിട്ട് കാണാം. ഇപ്പൊ വള്ളത്തോളിനെയും ഉള്ളൂരിനെയും നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ രണ്ടുപേരുടെ സാഹിത്യത്തിലും ഇന്ത്യയുടെ പൗരാണിക വ്യവസ്ഥയാണ് ഏറ്റവും മഹത്തരമെന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് വിദേശ ശക്തികൾക്കെതിരെ തങ്ങളുടെ കാവ്യത്തെ, കൃതിയെ, സാഹിത്യത്തെ ഉപയോഗിച്ചതായിട്ട് കാണാൻ കഴിയും.
ഇപ്പൊ പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ എന്ന് പറയുന്ന ഭാരതാംബയെ പുകുത്തിക്കൊണ്ട് ഭാരതമാണ് ഏറ്റവും മികച്ച ഒരു രാജ്യം എന്ന തരത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിലുള്ള കാവ്യങ്ങൾ അവിടെ കാണാൻ കഴിയുന്നു. അതേ വള്ളത്തോളോളം തന്നെ കേരളത്തിനെയും പുകുത്തിക്കൊണ്ടിരുന്നു. ഒരു രാജ്യം നിലനിൽക്കെ തന്നെ ആ രാജ്യത്തിനകത്ത് മറ്റൊരു പ്രദേശത്തെ പുകുത്തുന്നു. അതാണ് ഭാരതം എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. അതേസമയം ആ ഭാരതീയത്തൊക്കെ അകത്ത് തന്നെ കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറയുന്നു. അപ്പോൾ ഒരു ദേശീയതക്ക് അകത്ത് തന്നെ മറ്റൊരു ദേശീയത സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളും ആധുനികതയുടെ ഭാഗമായിട്ട് നമ്മുടെ കാവ്യങ്ങളിൽ കാണാൻ കഴിയും. അത് ഉള്ളൂരിൽ കാണാൻ കഴിയും. ഉള്ളൂരിന്റെ ഉമാകേരളം എടുത്തു നോക്കിയാലും, അതുപോലെ കർണനെ ബേസ് ചെയ്തിട്ടുള്ള പൗരാണിക സാഹിത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള കൃതികൾ എടുത്തു നോക്കിയാലൊക്കെ ഇങ്ങനെയുള്ള ഒരു വൈദേശിക ആക്രമണത്തെ, വൈദേശികതയെ പ്രതിരോധിക്കുക എന്ന കാലം മുന്നോട്ട് വെച്ച ആവിഷ്കാരങ്ങളാണ് അതിൽ കാണാം. പക്ഷെ ആശാനെ നമ്മൾ നേരെ പരിശോധിക്കുമ്പോൾ ഈ വൈദേശിക ആക്രമണങ്ങളും വൈദേശികതയൊന്നും അത്ര പ്രശ്നമായ ആശാന്റെ കൃതിയിൽ കാണില്ല. പകരം ആശാൻ എപ്പോഴും സംശയിച്ചത് ദേശീയത എന്ന ആശയം നിലനിൽക്കണമെങ്കിൽ ഇവിടെയുള്ള ജാതീയതയും വർണ്ണവ്യവസ്ഥയും മനുഷ്യരെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും മാറി നിൽക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആശാന്റെ കൃതികൾ മുഴുവൻ ആഭ്യന്തരമായ ഒരു പ്രശ്നങ്ങളുടെ, ആഭ്യന്തരമായ കാലപ്രശ്നങ്ങളുടെ ഒരു ചരിത്രമായി മാറി. അതുകൊണ്ട് ആണ് ആശാൻ എഴുതുന്നത്. ഇപ്പോ നെല്ലിൻ ചുവട്ടിൽ മുളയ്ക്കും കാട്ടുപുല്ലല്ല സാധു പുലയൻ എന്ന് എഴുതുമ്പോൾ അത് ജാതീയതയെ അഡ്രസ് ചെയ്യുന്നതായി മാറുന്നു. അതല്ലെങ്കിൽ നീചരാത്മാരി തന്നെ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ശൈത്യഴും ആര്യന്മാർ എന്ന് പറയുമ്പോൾ അവിടെ നീച നാരി എന്ന പദം, സ്ത്രീകളെ എങ്ങനെയാണ് അക്കാലത്തെ സമൂഹം കണ്ടു നിന്നത് എന്നതിൻ്റെ ഒരു കാഴ്ച, ഒരു ചരിത്രമായി ആ വരിമാകുന്നു. അല്ലെങ്കിൽ കാലത്തിന്റെ ഒരു കണ്ണാടിയായി അത് മാറുന്നു. സ്ത്രീകളുടെ കാര്യം പറയുമ്പോഴാണ് പലപ്പോഴും നമ്മൾ സ്ത്രീകളെ ഉച്ചസ്ഥായിയിൽ സ്ഥാപിച്ചു വെക്കും. ഇപ്പോ വിജ്ഞാനത്തിന്റെ അറിവാണല്ലോ നമ്മുടെ വിഷയം. അറിവിന്റെ കാര്യം എടുത്തു നോക്കുമ്പോൾ അറിവിന്റെ ദേവതയായി നമ്മൾ സരസ്വതിയെ സ്ഥാപിക്കും. എന്നിട്ട് അതിനെ ആരാധിക്കും. മഹത്തരമായ അറിവിന്റെ ദേവതയാക്കി സ്ത്രീകളെ ചരിത്രത്തിൽ അവതരിപ്പിക്കും. പക്ഷേ അതേ സമയത്ത് തന്നെ അക്കാലത്ത് സ്ത്രീകൾക്ക് ഒരാൾക്കും വിദ്യാഭ്യാസം കൊടുത്തില്ല എന്നുള്ളൊരു വലിയൊരു വൈരുദ്ധ്യമുണ്ട്. ഈ കാലത്ത് തന്നെ നോക്കുക, ഏറ്റവും പുതുകാലത്ത് തന്നെ ഒരു ഡിഗ്രി MA കഴിയുമ്പോൾ പെൺകുട്ടിയോട് പറയും, അമ്മ മതി, ഇനി നമുക്ക് കല്യാണം കഴിഞ്ഞിട്ടാകാം. അപ്പൊ അതിന്റെ ഒരു ചങ്ങല എപ്പോഴും തുടരുന്നു. സാഹിത്യത്തിന്റെ നമ്മളെ കണ്ട ഇത് നമുക്ക് ആശാന്റെ കൃതിയിൽ കാണാൻ കഴിയും. ഇപ്പൊ നീചനാരിതൻ കയ്യാൽ, ഇപ്പൊ സ്ത്രീകളോടുള്ള ഒരു സമൂഹത്തിന്റെ അക്കാലത്തെ ധാരണയെ തിരുത്താനുള്ള ഒരു ഉപാധിയായിട്ട് ആശാൻ അടങ്ങുന്ന ആളുകളുടെ കവിതകൾ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ ജാതി വ്യവസ്ഥയെ, അന്നത്തെ പ്രണയത്തെ പോലും ഇപ്പോ വീണപൂവിനെ എടുത്തു നോക്കിയാൽ മതി. കില്ലില്ലയെ ഭ്രമരവര്യനെ വരിച്ചു നീ തെല്ലെങ്കിലും ശലഭമേനിയ മാനിയാതെ. ശലഭത്തിന്റെ വലിയ സവർണ ശരീരം അവിടെ ഉണ്ടായിട്ടും അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് വണ്ടിന്റെ ജീവിതത്തെ സ്വന്തം ജീവിതത്തോട് ചേർത്ത് നിർത്തി എന്നുള്ള അർത്ഥത്തിൽ പൂവിനെ, ആ പൂവും വണ്ടും തമ്മിലുള്ള ഇത് തന്നെയാണ് നമുക്ക് ചാത്തൻ ദുരവസ്ഥയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആ പൂവും വണ്ടും തന്നെയാണ് അവിടെയും എന്ന് കാണാൻ പറ്റും. അപ്പൊ ജാതി വ്യവസ്ഥതയോടുള്ള, സവർണതയോടുള്ള, ഒരു ബ്രാഹ്മണ്യങ്ങളോടുള്ള വലിയൊരു കലഹമായിരുന്നു ആശാന്റെ കവിതകൾ. അപ്പൊ ആശാന്റെ കവിതകൾ വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കാലം എന്താണെന്ന് അടയാളപ്പെടുത്താൻ പറ്റും, ആ കാലം എന്താണെന്ന് പറയാൻ പറ്റും. അപ്പൊ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണെന്ന് തോന്നുന്നു എനിക്ക്. ഒരു സാഹിത്യ പ്രസ്ഥാനത്തിലും ഒരു കാവ്യ പ്രസ്ഥാനത്തിലും അടയാളപ്പെടാതെ പോയ ഒരു മഹാകവി നമുക്കുണ്ട്. അത് ചരിത്രത്തിൽ, ഇതിൽ ചരിത്ര വിദ്യാർത്ഥികൾ ഉണ്ടാവും, സാഹിത്യ വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവും എന്ന് തോന്നുന്നു. നമ്മൾ ചരിത്രത്തിലും മറ്റു കാര്യങ്ങളിലും നവോത്ഥാന പ്രസ്ഥാനത്തിലൊക്കെ നമ്മൾ അദ്ദേഹത്തെ നവോത്ഥാനത്തിന്റെ പിതാവെന്നും നവോത്ഥാന നായകനെന്നൊക്കെ അടയാളപ്പെടുത്തും. പക്ഷെ സാഹിത്യമായിട്ട് അദ്ദേഹത്തെ ചേർത്ത് കെട്ടാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. അത് നാരായണ ഗുരുവായിരുന്നു. തമിഴിലും മലയാളത്തിലും സംസ്കൃതത്തിലും കാവ്യങ്ങൾ എഴുതിയ, ഈ 3 ഭാഷയും അനായാസം കൈകാര്യം ചെയ്ത, ഈ 3 ഭാഷയിലെ സാഹിത്യവും അനായാസം കൈകാര്യം ചെയ്ത നാരായണ ഗുരുവിനെ ഒരിക്കലും നമ്മൾ ഒരു കവിയായോ സാഹിത്യകാരനായോ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആ കാലത്ത് എഴുതപ്പെട്ട, ആശാന്റെ അതേ കാലത്ത് എഴുതപ്പെട്ട നാരായണ ഗുരുവിന്റെ കൃതികൾ നോക്കൂ. വലിയൊരു പുരോഗമന ആശയത്തെ മുന്നോട്ട് വെക്കുന്നതാണ്. അത് പുരോഗമനാശയം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ആശാനും വള്ളത്തോളും ഉള്ളൂരും അടങ്ങുന്ന കവികൾ എഴുതാൻ മടിച്ച ചില കാര്യങ്ങളെ നാരായണ ഗുരു മുന്നോട്ട് വെച്ചു. അത് ഈ പ്രാർത്ഥനകളിൽ പോലും ഞാൻ 1-2 ഉദാഹരണം മാത്രം പറയാം. ഇപ്പൊ നാരായണ ഗുരുവിന്റെ ആ കാലത്ത് എഴുതപ്പെട്ട വളരെ പ്രസിദ്ധമായിട്ടുള്ള, ഇന്നും പല ആളുകളും പാടിക്കൊണ്ടിരിക്കുന്ന ഒരു ലളിതമായ കാവ്യമാണ് ദൈവദശകം. ദൈവമേ കാത്തുകൊള്ളുകങ്ങ് കൈവിടാതിങ്ങ് ഞങ്ങളെ,
നാവികൻ നീ ഭവാബ്ദിക്കൊരാവിവൻ തോണി നിൻ പദം. വളരെ കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ലളിതകാവ്യമാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഉദ്ഘോഷിച്ചു, ഇപ്പോഴും പാടുന്നു, സ്കൂളുകളിൽ പ്രാർത്ഥനയായിട്ട് അത് ഉപയോഗിക്കുന്നു. പക്ഷേ ആ 4 വരിക്കുള്ളിൽ, ദൈവദശകമാണെങ്കിൽ ആദ്യത്തെ ആ 4 വരിക്കുള്ളിൽ തന്നെ ഗുരു വലിയൊരു ചരിത്ര ദൗത്യത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ 2 വാക്ക് നമുക്ക് മാറ്റിവെക്കാം. ഒന്ന് നാവികൻ, മറ്റൊന്ന് ആവിവൻ തോണി. നാവികൻ എന്ന പദം എന്തിന് ഗുരു ഉപയോഗിച്ചു? അതിന്റെ അർത്ഥം ഇതാണ് വരുന്നത്: ദൈവമേ, നീ ഒരു നാവികനാണ്, നിന്റെ പാദങ്ങളാകട്ടെ ആവിക്കപ്പലും എന്നാണ്. ആവിവൻ തോണി എന്ന പദത്തിന്റെ അർത്ഥം സ്റ്റീം എഞ്ചിൻ, അതായത് ആവി ഉപയോഗിച്ചുള്ള കപ്പൽ, ആവിക്കപ്പൽ എന്നർത്ഥത്തിലാണ്. ആവിയുടെ വൻ തോണി എന്നർത്ഥത്തിൽ. അപ്പൊ എന്തിനാണ് ഈ 2 വാക്കുകളെ ഗുരു ഉപയോഗിച്ചത്? ഗുരുവിന് മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക? ദൈവമേ എന്ന് മാത്രം ഉപയോഗിച്ചാൽ പോരെ? ആരെങ്കിലും ദൈവത്തിനോട് നീ ഒരു ആവിക്കപ്പലിന്റെ നാവികനാണെന്ന് എഴുതുമോ? അതാണ് കാലവും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഉദാഹരണം പറയാനാണ് ഞാനിത് പറഞ്ഞത്. നാവികൻ എന്ന പദം ലോകത്ത് ഉത്ഭവിക്കുന്നത് നമുക്കറിയാം. ചരിത്രം പഠിച്ച ആളുകളാണ് നമ്മളെല്ലാവരും. ഈ നവോത്ഥാന ഘട്ടത്തിലാണ് ഭൂമിശാസ്ത്രപരമായ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായി ഹെൻറി അടങ്ങുന്ന രാജാക്കന്മാർ ലോകത്ത് നാവികരെ സൃഷ്ടിച്ചു കൊണ്ടിരുന്നു. എന്തിനാന്ന് പറഞ്ഞാൽ പുതിയ ഭൂഖണ്ഡങ്ങളെ കണ്ടെത്താൻ, പുതിയ രാജ്യങ്ങളെ കണ്ടെത്താൻ, ലോകം എന്താണെന്ന് അറിയാൻ വേണ്ടി വലിയൊരു നായക പരിവേഷം നാവികർക്ക് ലഭിച്ചൊരു കാലമായിരുന്നു ലോക നവോത്ഥാനത്തിന്റെ കാലം. അതുകൊണ്ട് അവർ കടലുകളെ കീഴടക്കിക്കൊണ്ട്, നാടുകളെ കീഴടക്കിക്കൊണ്ട്, പുതിയ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട്, അതുവരെ ഈ അപ്രസക്തമായി കിടന്ന പല ഭൂഖണ്ഡങ്ങളെയും ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആളുകളാണ് നാവികൻ. അപ്പൊ പുതിയ കണ്ടെത്തലുകളാണ്. അതുകൊണ്ട് ആ നാവിഗേറ്റർ എന്ന പദമാണല്ലോ മലയാളത്തിലേക്ക് നാവികനായി വന്നത്. സ്വാഭാവികമായിട്ടും ഗുരു ഇത് കാണുന്നുണ്ട്, പുതിയ കണ്ടെത്തലുകൾ നടക്കുന്നത് കാണുന്നുണ്ട്, വിദേശികളുടെ വരവ് കാണുന്നുണ്ട്, ലോകം മാറുന്നത് കാണുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തോട് ചേർത്ത് വെക്കാൻ പറ്റുന്നൊരു പദം നാവികനാണെന്ന് ഗുരു തീർച്ചപ്പെടുത്തുകയും, നാവികൻ എന്ന പദം നമുക്ക് ഉറപ്പാണ് ഗുരു മനഃപൂർവ്വം തന്നെ ഉപയോഗിച്ച വാക്കായിരിക്കും നാവികൻ. അടുത്തത് ആവിവൻ തോണി, ആവിക്കപ്പൽ. ഗുരുവിന് തോണി എന്ന് എഴുതാമായിരുന്നു. സംസ്കൃതം അറിയുന്നത് കൊണ്ട് നൗക എന്ന് എഴുതാമായിരുന്നു. മറ്റെന്തെങ്കിലുമൊക്കെ വാക്ക് ഉപയോഗിക്കാമായിരുന്നു. ആരെങ്കിലും ആവിക്കപ്പൽ എന്ന് ഉപയോഗിക്കുമോ എന്ന് നമുക്ക് സംശയം തോന്നാം. അതിനും കൃത്യമായ കാരണമുണ്ട്. ആ കാലം മാറി, തോണികളുടെ കാലം മാറി. അതും പോരാ, പായക്കപ്പലുകൾ വന്നിരുന്ന കാലം മാറി. ലോകം മാറിയിട്ടിപ്പം സ്റ്റീം വന്നു, ആവിക്കപ്പലുകൾ വന്നു തുടങ്ങി. ഇന്ത്യയിൽ തന്നെ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി സ്ഥാപിച്ചത് ഗുരു കണ്ടിട്ടുണ്ട്. പി.ഒ. ചിദംബരം പിള്ള പോലെയുള്ള ആളുകൾ, കപ്പലോട്ടിയ തമിഴൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന, തൂത്തുക്കുടി ആസ്ഥാനമാക്കിയിട്ട് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനിയൊക്കെ തുടങ്ങിയ ഒരു കാലമാണത്. അപ്പൊ അങ്ങനെ ഏറ്റവും ലോകം പുരോഗമിച്ച് ഈ അത്യാധുനികതയിൽ എത്തി നിൽക്കുന്ന ഒരു കാലത്ത് തോണി എന്ന് കവിതയിൽ ഉപയോഗിച്ചാൽ അത് ചരിത്രത്തോടും കാലത്തോടും ചെയ്യുന്ന ഒരു നീതികേടാകുമെന്ന് ഉറച്ച ബോധ്യമുള്ള ആളാണ് നാരായണ ഗുരു. അതുകൊണ്ട് ആ തോണിയൊക്കെ ഉപേക്ഷിച്ചിട്ട് നാരായണ ഗുരു അതിൽ ആവിക്കപ്പൽ എന്ന് തന്നെ ഉപയോഗിച്ചു. ദൈവത്തെ നാവികൻ എന്ന് തന്നെ വിളിച്ചു. ഇത് ഇക്കാലത്ത് ഗുരുവിന് എഴുതാനാവൂ എന്നുള്ള സംശയമാണ് കേട്ടോ. ദൈവത്തെ വിളിച്ച് നീ ഒരു കപ്പലിന്റെ ഓട്ടക്കാരനാണെന്ന് ചോദിച്ചാൽ ഗുരുവിന് ഇന്ന് വെറുതെ വിടുവോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം കാലം മാറുന്നതിനനുസരിച്ച് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിന്റെയും മനസ്സിലാക്കുന്നതിന്റെ ഒക്കെ കാര്യത്തിൽ, സാഹിത്യം മനസ്സിലാക്കുന്ന കാര്യത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരു ഒരു വരി കൂടി നമ്മൾ ഗുരുവിന്റെ ചേർത്ത് വെക്കാൻ പറ്റുന്നത് സുബ്രഹ്മണ്യ കീർത്തനം എന്ന കൃതിയിലാണ്. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ ഗുരു ഉപയോഗിക്കുന്ന 2 വാക്കുണ്ട്. ആ വരി ഞാൻ പറയാം. ജയിലിൻ വേഗം ജയിക്കും ജരാനരതൻ, റെയിലിൻ വേഗം ജയിക്കും ജരാനരതൻ ജയിലിൽ പാർപ്പാൻ. റെയിലിൻ വേഗം ജയിക്കും ജരാനരതൻ ജയിൽ. എപ്പോഴാണ് റെയിൽ എന്ന പദം നമുക്ക് പരിചിതമായത്? കോളനി ആധുനികതയ്ക്ക് ശേഷമാണ്. ബ്രിട്ടീഷുകാർ വിദേശികൾ വന്നതിന് ശേഷമാണ് ആദ്യത്തെ റെയിൽ ആരംഭിച്ചു. ട്രെയിൻ പോയി തുടങ്ങി. അതുവരെ മലയാളികൾ കണ്ടു പരിചയിച്ച വേഗതയുടെ അടിസ്ഥാനം മാറി. നമുക്ക് കാളവണ്ടികളും പല്ലക്കുകളും ഇതൊക്കെയുള്ള ചരിത്രത്തിൽ നിന്ന് മാറി പകരം തീവണ്ടി എന്ന, റെയിൽ എന്ന പുതിയ അത്യാധുനിക വാഹനം വന്നു. എത്രയോ ആളുകൾക്ക് ഒരുമിച്ച് കയറി വളരെ വേഗത്തിൽ എത്താൻ പറ്റുന്ന ഒന്നായി മാറി. സ്വാഭാവികമായിട്ടും അവിടെ തീവണ്ടി എന്ന്, അല്ലെ റെയിൽ എന്ന് തന്നെ ഗുരുവിന് ഉപയോഗിക്കേണ്ടി വന്നു. ഗുരുവിന് മറ്റ് പദങ്ങൾ അറിയായിട്ടല്ല കേട്ടോ. തീർച്ചയായിട്ടും കാലത്തെ അടയാളപ്പെടുത്തുന്ന, കാലവും എഴുത്തും തമ്മിലുള്ള ഈ ബാന്ധവത്തെ, ഈ ബന്ധുത്വത്തെ
ശക്തമായി മനസ്സിലാക്കിയ ഒരാളായിരുന്നു നാരായണ ഗുരു. അതുകൊണ്ട് അവിടെ റെയിൽ എന്ന് തന്നെ ഗുരു ഉപയോഗിച്ചു. എന്ന് ആലോചിക്കേണ്ടത് സുബ്രഹ്മണ്യ കീർത്തനാണ്. ഒരു ദൈവത്തെ സ്തുതിക്കുന്ന കീർത്തനത്തിൽ പോലും ഇംഗ്ലീഷ് പദത്തെ അതേപടി ഉപയോഗിക്കുകയാണ് ഗുരു ചെയ്തത്. മറ്റൊന്ന് ജയിൽ. ജയിൽ എന്ന പദം എപ്പം വന്നു? ഗുരുവിന് തടവറ എന്ന് ഉപയോഗിക്കായിരുന്നു, കാരാഗൃഹം എന്ന് ഉപയോഗിക്കായിരുന്നു. ഈ രണ്ട് പദങ്ങളെ ഉപയോഗിച്ചല്ലേ ജയിൽ. ബ്രിട്ടീഷുകാർ വിദേശ ശക്തികൾ വന്ന ശേഷമാണല്ലോ ജയിൽ അതിനു മുമ്പുണ്ട്. അതിനു മുമ്പ് തടവറയുണ്ട്, കാരാഗൃഹമുണ്ട്. ഈ കാരാഗൃഹത്തിൽ ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയുള്ള ശിക്ഷകൾ കൊടുത്തിരുന്ന സ്ഥലമാണ് കേരളത്തിൽ. ഓരോ ജാതിക്കനുസരിച്ചും നമ്മൾ പഠിച്ചതാണിത്. തിളച്ച വെള്ളത്തിൽ മോഷണത്തിന്, തിളച്ച എണ്ണയിൽ കൈമുക്കിക്കൊണ്ട് മോഷണം തെളിയിക്കുന്നത് അത് കീഴ്ജാതി ആണെങ്കിൽ, താഴ്ന്ന ആണെങ്കിൽ മാത്രം. അതുപോലെ മറ്റ് ശൂലത്തിൽ മനുഷ്യനെ തറയ്ക്കുന്ന തരത്തിലുള്ള, കുന്തത്തിൽ തറക്കുന്ന തരത്തിലുള്ള ശിക്ഷകൾ, പാമ്പിന്റെ കുടത്തിലേക്ക് കൈയിട്ട് കൊണ്ടുള്ള ശിക്ഷകൾ, ഇതൊക്കെയാണ് കാരാഗൃഹത്തിൽ നടന്നുകൊണ്ടിരുന്നത് കേരളത്തിലെ. പക്ഷെ ജയിൽ വന്നപ്പോഴോ, ബ്രിട്ടീഷുകാർ ജയിൽ സ്ഥാപിച്ചപ്പോഴോ എല്ലാവരുടെയും സ്വപ്നം ഒന്നായിരുന്നു. അത് സ്വാതന്ത്ര്യം എന്ന സ്വപ്നമായിരുന്നു. അപ്പൊ ജയിലിൽ എല്ലാവരും ഒരുമിച്ചാണ് കൊണ്ടിട്ടത്. അവിടെ ജാതി വ്യവസ്ഥയില്ല, വസ്ത്രത്തിന് വ്യവസ്ഥയില്ല, ഭക്ഷണത്തിന് വ്യവസ്ഥയില്ല, എല്ലാവരും ഒരേപോലെ. അപ്പൊ ബ്രിട്ടീഷുകാരെ സ്ഥാപിച്ച ജയിൽ, കാരണം എല്ലാവരും സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം ചെയ്യുകയും ഒരുമിച്ച് ജയിലിലാവുകയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമായി ജയിൽ മാറി. അതിനു മുമ്പുള്ള കാരാഗൃഹം ജാതി വ്യവസ്ഥ അനുസരിച്ചുകൊണ്ട് മനുഷ്യനെ ശിക്ഷിച്ചു കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, കാരാഗൃഹം എന്ന് തന്റെ കവിതയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യത്വ വിരുദ്ധമാണെന്ന് ഗുരുവിനറിയാം. ഇത് സ്വാതന്ത്ര്യത്തിന്റെ ഉദ്ഘോഷമാണ് ജയിൽ എന്നതുകൊണ്ട് തന്റെ ഈ കാവ്യത്തിൽ പോലും, അത് ദൈവത്തെ സ്തുതിക്കുന്ന കാവ്യത്തിൽ പോലും ഗുരു ഈ ഒരു പദം ഉപയോഗിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള അതുകൊണ്ടാണ് സാഹിത്യം എന്നത്. ഓരോ കാലത്തെ സാഹിത്യം ഇങ്ങനെ കാലത്തിന്റെ അടയാളമായിട്ട് പോവുകയാണ്. അതിനുശേഷമുള്ള കാലം എടുത്ത് പരിശോധിച്ചേക്കുക. അതിന് കാലം മാറുന്നതിനനുസരിച്ച് സാഹിത്യത്തിന്റെ രൂപത്തിലും മാറ്റം വന്നു. ഞാൻ വളരെ ഒന്ന് രണ്ട് വാക്കുകളോട് പറഞ്ഞ് ഞാൻ നിർത്താം. ഈ രൂപത്തിന്റെ മാറ്റം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യകാലത്തെ മഹാകാവ്യങ്ങളായിരുന്നു. മഹാകാവ്യങ്ങൾ ഖണ്ഡകാവ്യങ്ങളായി മാറി. പിന്നീട് അത് ചുരുങ്ങി 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 ഏറ്റവും പുതിയ കാലത്തിൽ എത്തുമ്പോൾ 4 വരി കവിതകളാണ് ആളുകൾ എഴുതാൻ ആഗ്രഹിച്ചത്. നമ്മൾ ശ്ലോകങ്ങൾ എന്നൊക്കെ വിളിക്കാവുന്ന 4 വരി കവിതകൾ. കവിതയിൽ മാറ്റം വന്നു. ഇപ്പൊ വീരാൻകുട്ടിമാഷ് അടങ്ങുന്ന ആളുകൾ നമ്മൾ ആഘോഷിക്കുന്ന ഭൂമിക്കടിയിൽ വേരുകൾ കൊണ്ട് കെട്ടിപ്പിടിക്കുന്നു, ഇലകൾക്ക് തമ്മിൽ തൊടുമെന്ന് പേടിച്ച് നാം അകറ്റി നട്ട മരങ്ങൾ പോലെയുള്ള കവിതകൾ. ഇങ്ങനെയുള്ള 4 വരി കവിതകൾക്ക് വളരെ പ്രാധാന്യം വന്നു. കാരണം ആളുകളുടെ വേഗത, നമ്മുടെ ജീവിതത്തിന്റെ വേഗത കൂടി. പഴയ പോലെ ഒരു മഹാകാവ്യമോ അത്രയും പേജുകളുള്ള ഒരു സാധനവും നമുക്ക് എടുത്ത് ഒരു ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുന്ന ഒന്നായി മാറി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വായിച്ചു തീർക്കാൻ പറ്റുന്ന, ഒരു യാത്രയിൽ വായിച്ചു പോവാൻ പറ്റുന്ന കവിതകൾക്ക് പ്രാധാന്യം വന്നു. അതും ഒരു കാലത്തിന്റെ മാറ്റങ്ങൾ, വേഗത, യാന്ത്രികതയുടെയും ആധുനികതയോടൊക്കെ വേഗങ്ങൾക്കനുസരിച്ചും സാഹിത്യം മാറാൻ തുടങ്ങി. പിന്നീട് വന്ന പരീക്ഷണം 3 വരി കവിതകൾ എന്നർത്ഥത്തിലാണ്. ഇപ്പൊ കവിതയുടെ ആദ്യ ഭാഗം പറഞ്ഞു പോകാം. ഇപ്പൊ ജാപ്പാനീസ് ഹൈക്കു ഒക്കെ പോലെയുള്ള 3 വരി കവിതകളിലുള്ള കാര്യം, എന്നാൽ അതിൽ മുഖ്യമായ ആശയങ്ങളെല്ലാം കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നീട് അതും മാറി 2 വരി കവിതയിലേക്കുള്ള പരീക്ഷണങ്ങൾ വന്നു നമ്മുടെ മലയാളത്തിൽ. കാരണം വേഗതക്കനുസരിച്ച് നമ്മുടെ സാഹിത്യത്തിന്റെ രൂപവും അതിന്റെ ഘടനയും മാറുന്നു എന്നുള്ളതാണ്. ഇപ്പം വിശപ്പുണ്ട് ഉള്ളിൽ എന്നാൽ അന്നമില്ലല്ലോ, 2 വരിയേ ഉള്ളൂ. പക്ഷെ അതിൽ അനേകം കാര്യങ്ങൾ. വിശപ്പ് ഉണ്ട് ഉള്ളിൽ എന്നാൽ അന്നമില്ലല്ലോ. അപ്പൊ രാജ്യത്തിന്റെ ദാരിദ്ര്യം, അവിടെ ഭരണാധികാരിയുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ ദുരിതങ്ങൾ, ഇതെല്ലാം ആ 2 വരിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ കവിതയിൽ നടന്നു എന്നുള്ളതാണ്. ഏറ്റവും പുതിയ കാലത്ത് നമ്മൾ വേഗത വർദ്ധിച്ചു. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ വന്ന ശേഷം നമുക്ക് അതിലൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ വായിച്ചു പോവാനും എഴുതാനും നമ്മുടെ ജീവിത സാഹചര്യം മാറി. അതിനനുസരിച്ച് മാറിയപ്പോൾ ഇപ്പം ഏറ്റവും പുതിയ കാലത്ത് വന്നത് 1 വരിയിൽ കവിതകൾ എഴുതാമോ എന്നുള്ളതാണ്. നമുക്ക് ഒരുപക്ഷെ ഒരു കാലത്ത് സ്വപ്നം കാണാൻ പറ്റില്ലായിരുന്നു 1 വരിയിൽ കവിതയോ, അതിൽ കവിത എഴുതാൻ പറ്റുമോ. അപ്പൊ ശ്രീകുമാർ കരിയാട് അടങ്ങുന്ന ആളുകൾ 1 വരിയിലാണെന്ന് കവിത എഴുതിക്കൊണ്ടിരിക്കുന്നത്. അതിലെ ഒരു ഒറ്റ കവിത മാത്രം ഞാൻ പറയാം. അതിതാണ്: ഒരാൾക്കുള്ളിൽ എത്ര കർട്ടനുകളുണ്ട്. കവിത കഴിഞ്ഞു. ഒരാൾക്കുള്ളിൽ എത്ര കർട്ടനുകളുണ്ട്, 1 വരിയാണ്. അത് വായിക്കും തോറും നമുക്ക് മനസ്സിലാകും അത് എത്ര ആഴത്തിലേക്കാണ് ആ വരി പോകുന്നത്. നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഉള്ളിൽ എത്ര കർട്ടനുകളുണ്ട്. ഇപ്പൊ സംസാരിക്കുന്ന ഞാനല്ല, വീടെത്തുമ്പോഴുള്ള ഞാൻ. ആ ആളല്ല കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്ന ആൾ. ആ ആളല്ല മറ്റൊരാളോട് ഇടപെടുമ്പോൾ. അങ്ങനെ മനുഷ്യർ അനേകം കർട്ടനുകൾ ഉള്ളിൽ ഇട്ടുകൊണ്ടാണ് മുന്നേറുന്നത് എന്ന, ഓരോ കർട്ടനും മാറി മാറി പോകുമ്പോഴാണ് ഒരു പച്ചയായ മനുഷ്യൻ എന്താണെന്ന് തിരിച്ചറിയുന്നത് എന്ന ചിന്ത. ഒരുപക്ഷെ സൈക്കോളജി ഒക്കെ വെച്ച് വലിയ പ്രബന്ധം തന്നെ എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ 1 വരിയിൽ ഒതുക്കാനുള്ള
ഒരു ശ്രമം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതും വളരെ ശ്ലാഘനീയമാണ്. ഇത്തരത്തിൽ കാലത്തിനനുസരിച്ച് സാഹിത്യം മാറി 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 പോയിക്കൊണ്ടിരിക്കുന്നു. കവിത ചിഹ്നങ്ങൾ കൊണ്ട് കവിതകൾ എഴുതുന്ന ഘട്ടത്തിലേക്ക് എത്തുന്നു. നമ്മൾ വാട്സപ്പിലൊക്കെ ഇപ്പൊ ചിഹ്നങ്ങളാണല്ലോ, ഹായ് എന്നൊക്കെ പറയാൻ തെമ്പും ഇതൊക്കെ ഉപയോഗിക്കുന്നത് പോലെ കവിതയിൽ ഉപയോഗിക്കുന്നു. കവിതയിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കവിതകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പുതുകാലത്ത്. അപ്പൊ ഇത്തരത്തിൽ കാലം മാറുന്നതിനനുസരിച്ച്, സാങ്കേതിക വിദ്യ മാറുന്നതിനനുസരിച്ച് നമ്മുടെ സാഹിത്യത്തിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് ഞാൻ പറയാൻ വിചാരിച്ചത് ഇത്ര നേരം. ഇത് കവിതയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇത് കവിത മാത്രമല്ല, ഇതേപോലെ നോവലിലുള്ള മാറ്റങ്ങൾ നോക്കിയാൽ മതി. ഇന്ദുലേഖ വായിക്കുന്നത് പോലെയല്ല ഇന്നത്തെ ഏറ്റവും പുതിയ കാലത്തിന്റെ നോവലിന്റെ ഘടന തന്നെ മാറി 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 ഏറ്റവും പുതിയ കാലത്ത് എത്തുമ്പോൾ ഫിക്ഷൻ, ലിറ്റററി ഫിക്ഷൻ ഒപ്പം തന്നെ അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ എന്ന കാര്യങ്ങൾ വന്നു. ഞങ്ങളെയൊക്കെ പുസ്തകങ്ങൾ അങ്ങനെയാണ് ഒരു ഘട്ടത്തിൽ വന്നത്. അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ അതിഗൗരവമായ വായനക്കുള്ളതുമല്ല, എന്നാൽ പൈങ്കിളിയുമല്ല, ഇതിനിടയിലുള്ള ഒരു പാലം എന്ന രീതിയിൽ അപ്പ് മാർക്കറ്റ് ഫിക്ഷൻ വന്നു. സിനിമാറ്റിക് നോവലുകൾ എന്ന രീതിയിൽ അഖിൽ പി ധർമ്മജൻ അടങ്ങുന്ന ആളുകളുടെ ആ രീതിയിൽ വന്നു. സിനിമാറ്റിക് നോവൽ വന്നു. അപ്പൊ നോവലുകൾക്കിടയിൽ തന്നെ പല ധാരകൾ പുതിയ സാങ്കേതിക കാലത്ത് വന്നു നിന്നു. കഥകളുടെ ചരിത്രവും മാറി, കഥകളും മാറി 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 ഇന്ന് ഒറ്റ വായനയിൽ വായിക്കാൻ പറ്റുന്ന കഥകളിലേക്ക്. ഇപ്പൊ പി കെ പാറക്കടവ് അടങ്ങുന്ന ആളുകൾ മുമ്പേ അത് പരീക്ഷിച്ചിട്ടുണ്ട്. പുതിയ കാലത്ത് അമലൊക്കെ എഴുതുന്നത് ടിഷ്യൂ പേപ്പർ കഥകൾ എന്ന് പറയും. ഒരു ടിഷ്യൂ പേപ്പർ പോലെ വായിച്ച് കളയാൻ പറ്റുന്ന തരത്തിലുള്ള കഥകൾ, ചെറിയ കഥകൾ, വളരെ ചെറു കഥകൾ, അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ കഥകളിൽ നടക്കുന്നു. ഇങ്ങനെ കഥകളിലും കവിതകളിലും നോവലുകളിലും പഠനങ്ങളിലും ഒക്കെ വലിയ മാറ്റങ്ങൾ, ഈ മാറ്റങ്ങളെല്ലാം കാലത്തിന്റെ അടയാളമാണെന്നും അതുകൊണ്ട് കാലവും എഴുത്തും തമ്മിൽ, കാലവും മനുഷ്യ ജീവിതവും സാഹിത്യവും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയം ചെറിയ തരത്തിൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ആ രീതിയിൽ പോവാമെന്ന് തോന്നുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ. എന്തായാലും ഇതാണ് ഇതിന്റെ ഒരു കണ്ടന്റ്. കാലവും സാഹിത്യവും മനുഷ്യനും മനുഷ്യന്റെ ആ ജീവിതവും തമ്മിൽ നമുക്ക് വേർപിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു ബന്ധമുണ്ട് എന്നതാണ് ഞാൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചത്. 51 അധ്യായത്തെ അവിസ്മരണീയമാക്കിയ ശ്രീ ബിനി സാറിന് നന്ദി. ഇനി അടുത്തതായി നമ്മുടെ അഭിപ്രായങ്ങളും ആശയങ്ങളും നമ്മുടെ സംശയങ്ങളും പങ്കുവെക്കാനുള്ള സമയമാണ്. എല്ലാവരെയും അതിനായി ക്ഷണിക്കുന്നു. നമസ്കാരം സാർ. നമസ്കാരം. എന്റെ പേര് കൃഷ്ണപ്രിയ എന്നാണ്. ഞാൻ KUCT കുന്നം കോളേജിലെ വിദ്യാർത്ഥിനിയാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, സാർ എഴുത്തിലേക്ക് എത്തിയ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? എഴുത്തിലേക്ക് എത്തിയ സാഹചര്യം നമ്മൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും കടന്നു വന്നൊരു വഴി തന്നെ. ഇപ്പം അന്ന് ഈ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വായിക്കാനുള്ളൊരു തലം ബാലഭൂമി, ബാലരമ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു. അതൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ആഗ്രഹം അതിലൊരു രചന എന്തെങ്കിലും അച്ചടിച്ച് വന്നിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിൽ ആ ഒരു ആഗ്രഹം അന്നേ നിലനിൽക്കുന്നത് കൊണ്ട് ആ സ്കൂൾ കാലത്തൊക്കെ ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതിയിരുന്നു. അപ്പൊ ആ കവിതകൾ അധ്യാപകർ കാണുകയും അവര് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിന് അയച്ചു കൊടുക്കുകയും അതിൽ ബാലഭക്തിയിൽ പബ്ലിഷ് ചെയ്ത് വരികയൊക്കെ ചെയ്തു. അപ്പൊ ആ സന്തോഷത്തിൽ നമ്മൾ കൂടുതൽ എഴുതാനുള്ള ഒരു പ്രചോദനം ഉണ്ടായി. പിന്നെ കവിതകളാണ് ആദ്യകാലത്ത് എഴുതി തുടങ്ങിയത്. പിന്നെ നോവലിലേക്ക് തിരിഞ്ഞു, പഠനങ്ങളിലേക്ക് തിരിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവന്നു. സാഹചര്യം നമ്മളിലേക്ക് വരികയും, ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലം വന്നതുപോലെ നമ്മളിലേക്ക് ചില എഴുത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വരികയും അതിനോട് താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ അങ്ങനെ എഴുതി തുടങ്ങുകയും ചെയ്തു. പിന്നെ ഒരു പബ്ലിക്കേഷന് വേണ്ടിയിട്ട് ആദ്യകാലത്ത് നമുക്ക് എങ്ങനെയാണ് അയക്കേണ്ടതെന്ന് അറിയില്ല. പിന്നീട് വന്ന കവിതകളെ മുഴുവനായിട്ട് അതേപോലെ ടൈപ്പ് ചെയ്യോ ഒന്നും ചെയ്യാതെ വന്ന കവിതകളെ കടലാസിൽ നിന്നും വെട്ടിയെടുത്ത് അത് പിൻ ചെയ്ത് DC-ക്ക് അയക്കുവാണ്. ആ പഠിക്കുന്ന കാലമായിരുന്നു ആദ്യത്തെ പുസ്തകം ഇറങ്ങിയ സമയത്ത്. അത് DC-ക്ക് അയക്കുകയും അത് പിന്നീട് DC പുസ്തകമായിട്ട് കൈതക്കാട്ടിലെ കവിത എന്ന പേരിൽ കവിതയായി പുറത്തിറക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വഴി തെളിഞ്ഞു വന്നിരുന്നു ആ കാലത്ത്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. പിന്നെ വായനയോടൊരു താല്പര്യം ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. അപ്പൊ വായനയെ കൂടി അതിന് പിന്നെ കിട്ടിയ സൗഹൃദങ്ങളെല്ലാം അത്യാവശ്യം വായനയോടും എഴുത്തിനോടൊക്കെ ചേർന്ന് പോകുന്ന മനുഷ്യരായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എഴുത്തുള്ളിലുണ്ടെങ്കിൽ പോലും അതിനെ പ്രതിഫലിപ്പിക്കാനുള്ളൊരു സാഹചര്യമാണല്ലോ. എല്ലാ മനുഷ്യരും എഴുത്തുകാരനെ, എല്ലാ മനുഷ്യരുടെ ഉള്ളിലും എഴുത്തുകാരുണ്ട്. പക്ഷെ അത് പ്രതിഫലിപ്പിക്കാനുള്ളൊരു സാഹചര്യം കൂടി നമുക്ക് വേണം. അത് അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ എഴുതും എന്നുള്ളതാണ്. താങ്ക് യു സാർ.
എൻ്റെ പേര് ആർഷ. ഞാൻ KCT കുന്നത്തിലെ വിദ്യാർത്ഥി തന്നെയാണ്. ആദ്യം സാറിനോട് സന്തോഷം അറിയിക്കുന്നു. ഇങ്ങനെ ഒരു സെക്ഷൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള സാർ, പിന്നെ നമുക്ക് ഈ വിരഹത്തിനായാലും ഇപ്പൊ എന്തിനായാലും നമുക്ക് നോവലില് എഴുത്തിൽ നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. പക്ഷെ നമുക്കൊരു തിരക്കഥയോ അല്ലെങ്കിൽ സിനിമയോ എഴുതുമ്പോൾ നമുക്ക് അതിന് അത്രയും സ്വാതന്ത്ര്യം ഒരു വിരഹത്തിനായാലും എന്തിനായാലും എടുക്കാൻ പറ്റുന്നതായിട്ട് സാറിന് തോന്നിയിട്ടുണ്ടോ? അതൊരു കൂട്ടായ്മയുടെ ഒരു കലയല്ലേ സിനിമ, തിരക്കഥ എന്നൊക്കെ പറയുമ്പോൾ. അപ്പൊ സാറിന്റെ ഒരു അഭിപ്രായം. ഒരു സിനിമയും ഒരു നോവലും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നോവലിൽ നമുക്ക് എത്ര സ്വാതന്ത്ര്യവും എടുക്കാം, എങ്ങനെയും എഴുതാം, ഏത് തരത്തിലും എഴുതി പോകാം. പക്ഷെ സിനിമയ്ക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്, അതിനുള്ളിലിരുന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ്. ചിലപ്പോൾ ഇപ്പൊ കവികളെ തന്നെ നോക്കിയാൽ മതി. കവികളിൽ ഒരുപാട് പേര് പാട്ട് എഴുതുന്നുണ്ട്. റഫീഖ് അഹമ്മദ് അടങ്ങുന്ന ആളുകൾ, ഹരിനാരായണൻ അടങ്ങുന്ന ആളുകൾ പാട്ട് എഴുതുന്നുണ്ട്. പക്ഷെ തരുന്ന ട്യൂണിനുള്ളിൽ വെച്ചുകൊണ്ട് അതിൽ ഉൾക്കൊള്ളുന്ന പദങ്ങൾ ഉൾക്കൊള്ളിട്ട് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റൂ. ഇപ്പൊ തിരക്കഥയാവുമ്പോഴും അങ്ങനെയാണ്. അതിൽ സംവിധായകനുണ്ട്, നിർമ്മാതാവുണ്ട്, മറ്റനേകം ടെക്നീഷ്യൻസ് ഉണ്ട്, എല്ലാ ആളുകളും ഉണ്ട്. ഇവരുടെ ഒക്കെ ഒരു സഹകരണത്തിന്റെ ഭാഗമായി, അവരുടെ ഒക്കെ അഭിപ്രായത്തിന്റെ ഭാഗമായി നമുക്ക് പല കാര്യങ്ങളിലും ഒതുങ്ങി നിന്നുകൊണ്ട് നമുക്ക് വിശാലമായൊരു ഇതൊക്കെ ഉണ്ടാവും, ആശയങ്ങളൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷെ ആ ആശയങ്ങളൊക്കെ വെട്ടി 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 സംവിധായകനനുസരിച്ച്, നിർമ്മാതാവിനനുസരിച്ച് പലതിനോടും ഐക്യപ്പെട്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സിനിമ. പക്ഷെ നോവലോ കവിതയോ എഴുതുമ്പോൾ നമുക്ക് അതിൻ്റെതായ വലിയ സ്വാതന്ത്ര്യമുണ്ട്. എപ്പോഴും ആ സ്വാതന്ത്ര്യമാണ് എഴുത്തുകാരന് ഏറ്റവും സന്തോഷം എന്നാണ് തോന്നിയിട്ടുള്ളത്. താങ്ക് യു സാർ. സാർ, കമന്റ് ബോക്സിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. ജീവിതത്തിലെ സങ്കീർണതകൾ, മനുഷ്യ സ്വഭാവങ്ങളുടെ വൈവിധ്യങ്ങൾ എന്നിവയെ ആസ്പദമാക്കി എഴുതിയ കഥകൾ ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് സാറിന്റെ മധുരവേട്ട. എങ്ങനെയാണ് ഈ തരത്തിലുള്ള ടോപ്പിക്കുകളിൽ എത്തിച്ചേരുന്നത്? അതിന് സാറിനെ ഇൻസ്പയർ ചെയ്യുന്നതും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടറും ഏതെല്ലാമാണ്? അത് പലതരത്തിൽ ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ സൗഹൃദത്തിൽ ഏതെങ്കിലും സംഭാഷണങ്ങളിൽ വെച്ചായിരിക്കും. ഇപ്പൊ നമ്മുടെ പഠിക്കുന്ന കാലത്ത്, ഞാൻ റിസർച്ച് PhD ഒക്കെ ചെയ്യുന്ന കാലത്ത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടികൾ, ഞാനങ്ങനെ തരംതിരിച്ച് പറയുകയല്ല, അവരുടെ ഒരു സംഭാഷണമായിരുന്നു, നിങ്ങളൊക്കെ കാട്ടിൽ പോകണം എന്ന് വിചാരിച്ചാൽ നടക്കും, നിങ്ങൾക്ക് മൃഗങ്ങളെ കാണണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമുള്ള സമയത്ത് പോവാം, പക്ഷെ ഞങ്ങൾക്കൊന്നും ഒരു കാട് കയറാൻ പോലും പറ്റില്ലല്ലോ എന്ന് എൻ്റെ 1-2 സുഹൃത്തുക്കൾ ഇങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞതാണ്. അപ്പൊ നമുക്കൊന്ന് കാട് കാണണമെങ്കിൽ, അല്ലെങ്കിൽ കടല് കാണണമെങ്കിൽ, അതല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. അത് പല കാര്യങ്ങൾ, അസ്വാതന്ത്ര്യങ്ങൾ മാറിയാൽ മാത്രമേ നമുക്കത് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വന്ന് സഹായിച്ച് കാണിച്ചു തന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. അപ്പൊ നിങ്ങൾക്കൊക്കെ എന്ത് സുഖമാണ് എന്ന തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും. അപ്പൊ ആ ഒരു സ്പാർക്കിൽ നിന്നാണ് എനിക്ക് ആ ഒരു, ശരിയാണല്ലോ, പലപ്പോഴും ഇപ്പം പെൺകുട്ടികളുടെ കാര്യം നമ്മളിപ്പോ പറഞ്ഞല്ലോ, ഒരു ഡിഗ്രി കഴിയുമ്പോൾ തന്നെ കല്യാണം കഴിച്ച് നീ അങ്ങ് ജീവിച്ചാൽ മതി എന്ന തരത്തിലാണല്ലോ നമ്മുടെ ഒരു കുടുംബ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അത്തരത്തിലുള്ള സ്വാതന്ത്ര്യമുള്ള സ്ത്രീകളെ നമുക്ക് ആവിഷ്കരിച്ചുകൂടാ എന്നൊരു ചിന്ത വരികയും അത് വികസിപ്പിച്ച് മധുരവേട്ടയാവുകയും ചെയ്യുകയായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത്തരത്തിലുള്ള അനേകം ആഗ്രഹങ്ങൾ, എൻ്റെ ഒരു സുഹൃത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം രാത്രി 12 മണിക്ക് തട്ടുകടയിൽ ചെന്ന് ഒരു ദോശ കഴിച്ച് തിരിച്ച് വരിക എന്നുള്ളതാണ്. പഠിക്കുന്ന കാലത്താണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അവർക്ക് ഒരിക്കലും ഇന്നും സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ അറിയില്ല. അപ്പൊ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളിലുള്ള ഒരുപാട് ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും, വളരെ ചെറിയ ആഗ്രഹങ്ങളായിരിക്കും, എന്നാൽ അതുപോലും സാധിക്കാൻ കഴിയാതെ മരിച്ചു പോകുന്ന ഒരുപാട് മനുഷ്യർ, ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. അപ്പോ പുരുഷന് അതിനൊക്കെ എന്തൊക്കെയോ വലിയ സ്വാതന്ത്ര്യം ലഭിക്കുന്നുണ്ട് ഇപ്പോഴും, എല്ലാ കാര്യത്തിലും നമ്മൾ എടുത്തു നോക്കിയാൽ മതി. അപ്പൊ ആ ഒരു സ്പാർക്കിൽ നിന്ന്, ആ ഒരു ചിന്തയിൽ നിന്നാണ് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു നോവൽ എഴുതിക്കൂടാ എന്ന് ആലോചിക്കുകയും മധുരവേട്ട എന്ന നോവലിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഒന്നും വേണ്ട, നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. നമുക്ക് എത്രമാത്രം, നമ്മൾ വലിയ പുരോഗമനമൊക്കെ പറയുമ്പോൾ പോലും നമുക്ക് എത്രമാത്രം ചെറിയ കാര്യങ്ങൾക്ക് പോലും നമുക്ക് എത്ര സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആലോചനകളിൽ നിന്നാണ് ഈ ഒരു നോവല് കടന്നു വരുന്നത്. നമസ്കാരം സാർ.
എൻ്റെ പേര് ലക്ഷ്മി. ഞാൻ KUCT കുന്നം കോളേജിലെ വിദ്യാർത്ഥിയാണ്. അപ്പം എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഈ ആധുനികത കാലത്തൊക്കെ വായനയോടുള്ള ഒരു സമീപനം എന്നത് ഒരു അടഞ്ഞ സമീപനമായിരുന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം ആ ഒരു സമീപനം തുറന്ന ഒരു സമീപനത്തിലേക്ക് എത്തിയെന്ന് സാറിന് തോന്നുന്നുണ്ടോ? സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ്? നമ്മളെല്ലാ കാലത്തും കേൾക്കുന്നതാണ്. ഇപ്പൊ എന്റെയൊക്കെ ഒരു LP സ്കൂൾ കാലം മുതൽ കേൾക്കുന്ന ഒരു കാര്യമാണ് വായന മരിച്ചു, വായന മരിച്ചു, വായന മരിച്ചു. വായനാ ദിനങ്ങൾ വന്ന സമയത്തും പ്രസംഗിക്കാൻ വരുന്ന മനുഷ്യരും പറയുന്നത് വായന മരിച്ചുകൊണ്ടിരിക്കുന്നു, മരിച്ചു. പക്ഷേ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് ഞാൻ അധ്യാപന ജീവിതത്തിൽ എത്തിയപ്പോഴും വായനക്ക് ഒരു മരണവും സംഭവിച്ചിട്ടില്ല. വായന മരിച്ചു എന്ന് പറഞ്ഞ മനുഷ്യരൊക്കെ ഒരുപാട് മരിച്ചുപോയി. പക്ഷെ വായന എപ്പോഴും നിലനിൽക്കുന്നു. പിന്നെ പലതരത്തിലുള്ള വായനകൾ എല്ലാ കാലത്തുണ്ട്. ഒരു കാലത്ത് നമുക്കറിയാം മനോരമയും മംഗളവും വീട് വീടാന്തരം ഒരു സീരിയൽ പോലെ കടന്നുപോയൊരു സാധനമാണ്. ഒരു മനുഷ്യൻ വായിച്ച് ഉടൻ തന്നെ അയലത്തുള്ള മറ്റേ ആൾ എത്തും, അയ്യോ കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അത്ര എന്റെയൊക്കെ നാട്ടിലൊക്കെ അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വായന ഉള്ള സമയത്ത് തന്നെയാണ് ചിലർ ഖസാക്കിന്റെ ഇതിഹാസം പോലെയുള്ള, ഡൽഹി പോലെയുള്ള, ആനന്ദിന്റെ നോവലടങ്ങുന്ന നോവലുകൾ വായിക്കുന്നത്. രണ്ട് തരത്തിലുള്ള വായനകൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. പിന്നീട് ഈ വായന ഇല്ല എന്ന് വിമർശനം നേരിടുമ്പോൾ പോലും പുതിയ കാലത്ത് നോക്കിയാൽ മതി, സോഷ്യൽ മീഡിയ കാലാണ്, പിന്നെ ബുക്കുകളുടെ കാലാണ്. ഇതിലൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്ര പ്രിന്റഡ് ബുക്കുകൾ പുറത്തേക്ക് വരുന്നു, എത്ര ആഴ്ചപ്പതിപ്പുകൾ. മുമ്പ് നമുക്ക് മാതൃഭൂമിയോ മനോരമയോ അല്ലെങ്കിൽ ജനയുഗയോ പോലെയുള്ള കുറച്ച് മാസികകളാണ് ഉണ്ടെങ്കിൽ ഇന്ന് പ്രിന്റഡ് വാരികകൾ തന്നെ എത്രയുണ്ട്? ധാരാളം ഉണ്ട്. ഇനി ഓൺലൈൻ വാരികകൾ എത്രയുണ്ട്? ഒരുപാട്. ഇതൊക്കെ മനുഷ്യർ വായിക്കുന്നല്ലേ, എല്ലാം വായിച്ചു. ഒന്ന് പ്രിന്റഡ് പുസ്തകം ബുക്ക് കാലമായിട്ട് പോലും പ്രിന്റഡ് ബുക്ക് എത്ര പോകുന്നു? അഖിൽ പി ധർമ്മചന്ദ്ര റാം കെയർ ഓഫ് ആനന്ദി 2.5 ലക്ഷം കോപ്പിയല്ലേ പോയത്? 2.5 ലക്ഷം കോപ്പിയാണ് പുറത്തേക്ക് പോയത്. അപ്പൊ അത്തരത്തിലുള്ള വായന വളരെ സജീവമാണ്. ഈ സജീവതയ്ക്ക് സോഷ്യൽ മീഡിയ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പൊ റീലുകളുടെ ഒരു കാലമാണ്. പുസ്തകം റീലുകൾ ധാരാളമായി വരുന്നുണ്ട്. അപ്പോൾ ആ റീലുകൾക്ക് അനുസരിച്ച് പുസ്തകം പോകുന്നുണ്ട്. ഇത് ആളുകൾ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയെങ്കിലെങ്കിൽ പോലും പുസ്തകങ്ങൾ ധാരാളം പോകുന്നുണ്ട്. ഇപ്പൊ ആടുജീവിതമാണ് അതിനൊരു തുടക്കം ഇട്ടത്, ലക്ഷക്കണക്കിന് കോപ്പികൾ എന്ന രീതിയിൽ. ആടുജീവിതം കയ്യിലില്ലെങ്കിൽ അതൊരു മോശമാണെന്ന് കരുതിയ മനുഷ്യർ നമുക്കിടയിലുണ്ട്. എന്നാൽ വായിച്ചില്ലെങ്കിൽ പോലും പുസ്തകം വാങ്ങും. അപ്പൊ അതൊരു നല്ല പ്രവണതയാണ്. മനുഷ്യൻ വായിച്ചില്ലെങ്കിൽ പോലും പുസ്തകം കൈകൊണ്ട് എടുത്ത് ചേർത്ത് വെക്കുന്നുണ്ടല്ലോ. ഇപ്പൊ സോഷ്യൽ മീഡിയ കാലമായപ്പോൾ അത് കൂടുതൽ സജീവമായി സോഷ്യൽ മീഡിയയിൽ പുസ്തകങ്ങളുടെ റീലുകൾ വന്നു തുടങ്ങി. അതോടുകൂടി മനുഷ്യർ കൂടുതൽ വായിക്കാൻ തുടങ്ങി, പുസ്തകങ്ങളെ പരിചയപ്പെടാൻ തുടങ്ങി. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏറ്റവും യൂത്ത് അത്രയേറെ വായനയിലേക്ക് വന്നു, ഗൗരവമായ വായനയിലേക്ക് വന്നു എന്നുള്ളതാണ്. കോളേജുകളിൽ ധാരാളം കോളേജുകളിൽ വായനാ മൂലകൾ വന്നു, അവിടെ ഇരുന്ന് ചർച്ചകൾ വന്നു, ഇതൊക്കെ സാധ്യമായത് പുതിയ കാലത്തിന്റെ ഒരു കാര്യം കൂടിയാണെന്നാണ് തോന്നുന്നത്. എന്തായാലും അതിൽ സന്തോഷിക്കണം നമ്മൾ. കാരണം വായന മരിച്ചു എന്നുള്ളൊരു കാലത്ത് നിന്നും ഒരിക്കലും വായന മരിക്കില്ല എന്നൊരു സാഹചര്യത്തിലേക്കാണ് ഇന്ന് വായന മുന്നോട്ട് പോകുന്നത് എന്നതാണ് സന്തോഷം. താങ്ക് യു സർ. ഹലോ സാർ, എൻ്റെ പേര് അമൃത. എനിക്ക് ചോദിക്കാനുള്ളത് സാറിന്റെ പ്രേമനഗരം എന്ന നോവലിനെ പറ്റിയാണ്. സ്നേഹത്തെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചുമുള്ള ഒരു പരമ്പരാഗത സങ്കല്പത്തെ ബ്രേക്ക് ചെയ്യുന്ന നോവലാണ് പ്രേമനഗരം. മലയാളിയുടെ സദാചാര ബോധത്തെ ഈ നോവൽ രൂക്ഷമായി എതിർക്കുന്നുണ്ട്. അപ്പൊ ഈ നോവൽ എഴുതുമ്പോൾ പൊതുസമൂഹം ഇതെങ്ങനെ സ്വീകരിക്കുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. തീർച്ചയായും എനിക്ക് തോന്നുന്നു എഴുത്തുകാർക്ക് എല്ലാവർക്കും, അത് പ്രേമനഗരം എഴുതുമ്പോൾ എന്ന് മാത്രമല്ല ഏത് എഴുതുമ്പോഴും എഴുത്തുകാർക്ക് വലിയ ഒരു ആശങ്ക ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെങ്ങനെ സ്വീകരിക്കപ്പെടും. ഇപ്പൊ പ്രേമനഗരം എഴുതുന്ന സമയത്ത് അതിൽ രതിയുടെ വലിയൊരു വിവരണം ഉള്ളത് കൊണ്ട് തന്നെ അത് എത്തരത്തിലാണ് നമ്മൾ സ്വീകരിക്കുക എന്ന വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇന്നും ഒരുപക്ഷെ ആ നോവൽ വിമർശനം നേരിടുന്നത് അതിന്റെ പേരിലാണ്. പക്ഷെ ഞാൻ ഒരു പതിപ്പ് ഇറങ്ങിയ ഉടനെ തന്നെ അത് നിന്നു പോകും എന്ന് കരുതിയതാണ് ആ നോവൽ. പക്ഷെ ഇപ്പോൾ 16ാം പതിപ്പും കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണെന്ന് അറിയില്ല, അതൊരു തരത്തിൽ വായനക്ക് സ്വീകാര്യമായും. അപ്പൊ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റില്ല ഇന്നേ കാര്യങ്ങളെ വായിക്കാൻ പറ്റൂ എന്ന് നമുക്ക് ഒരിക്കലും നിർണ്ണയിക്കാൻ പറ്റാത്തൊരു കാലമാണ്. ഇപ്പൊ എൻ മോഹന്റെ ഒരിക്കൽ എന്ന നോവൽ 25 വർഷം മുമ്പ് ഇറങ്ങിയതാണ്. അന്ന് ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യമാണ്. പക്ഷെ ഇന്നൊരു റീല് വന്നപ്പോ, ശരൺ രാജീവ് എന്ന് പറയുന്ന ഒരു കുട്ടി റീല് LLB പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇട്ടൊരു റീലാണ്. അത് 25 പതിപ്പിലെത്തിച്ചു. എഴുത്തുകാരനൊക്കെ മരിച്ചുപോയി, വർഷങ്ങൾ കഴിഞ്ഞു മരിച്ചിട്ട്. പക്ഷെ ഇന്നാണ് ആ നോവൽ സജീവമാകുന്നത്, വളരെ ട്രെൻഡിങ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പൊ നമുക്ക് എഴുത്തുകാരൻ എങ്ങനെ സ്വീകരിക്കപ്പെടും എന്ന് കരുതിയാൽ പോലും എഴുത്തുകാരനോ ഒരുപക്ഷെ
വായനക്കാരനോ പോലും നിർണ്ണയിക്കാൻ പറ്റാത്ത വിധത്തിലാണ് വായനയുടെ പോക്ക്. റാങ്കെയർ ഓഫ് ആനന്ദ് നോക്കൂ, 3 വർഷം മുമ്പ് ഇറങ്ങിയ നോവലാണ്. പക്ഷെ പെട്ടെന്നാണ് അത് പുതിയ കാലത്ത് 2.5 ലക്ഷം കോപ്പിയിലേക്ക് എത്തുന്നത്. 2-2.5 വർഷത്തിന് ശേഷമാണ്. അപ്പോൾ എപ്പോഴാണ് ഒരു പുസ്തകം ഉയർന്നു വരികയെന്നോ അത് ആളുകളിലേക്ക് എത്തുകയെന്നോ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നതാണ്. താങ്ക് യു സർ. ഇനി ആരെങ്കിലും സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കുവാനുണ്ടെങ്കിൽ മുമ്പോട്ട് വരേണ്ടതാണ്. ആരുമില്ലെങ്കിൽ നമുക്ക് പതിയെ അവസാനിപ്പിക്കാൻ തോന്നൂല്ലേ? എല്ലാവരും ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മുടെ സാറിന് നന്ദി അറിയിക്കുന്നതിനായി നമ്മുടെ 1ാം വർഷ വിദ്യാർത്ഥിയായ ശ്രീത എസ് കുമാറിനെ ക്ഷണിക്കുന്നു. കേരള സർവകലാശാല അധ്യാപന പഠന കലാലയം കുന്നം മാവേലിക്കര സാഹിത്യോത്സവം 51 കുന്നം ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 12ാം ദിനമായ ഇന്നും വിജയകരമായി അവസാനിച്ചിരിക്കുന്നു. എഴുത്തുകാരനും അധ്യാപകനുമായ ബിനീഷ് പുതുപ്പണം സാർ ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നിവിടെ എത്തിയത്. കാലവും കഥനവും എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്ത സാറിന് എന്റെയും കോളേജിന്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. സ്വാഗത പ്രസംഗം നടത്തിയ കോളേജ് പ്രിൻസിപ്പളും പ്രോഗ്രാമിന്റെ ജനറൽ കൺവീനറുമായ രശ്മി ടീച്ചറിനും നന്ദി അറിയിക്കുന്നു. ഒപ്പം പ്രോഗ്രാം കോർഡിനേറ്ററായ ലേഖ ടീച്ചറിനോടും KFLന്റെ അണിയറ പ്രവർത്തകരോടും ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എന്തായാലും സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയാലും. പ്രവീണാണ് എന്നെ വിളിച്ചത്. പ്രവീണിനോടും പ്രിയപ്പെട്ട മുഴുവൻ അധ്യാപകരോടും അധ്യാപക വിദ്യാർത്ഥികളോടും നന്ദി രേഖപ്പെടുത്തുന്നു.